ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ കളി തുടങ്ങിയത്. അംബികയും ഗോപുമോളെയും രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. പറഞ്ഞു കേട്ടിടത്തോളം അരവിന്ദാക്ഷൻ പുറത്തെടുക്കട്ടെ അയാൾ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം. അയാളുടെ ഗെയിം തീരുന്നിടത്ത് നിന്ന് നമ്മുടെ ഗെയിം തുടങ്ങാം. മാനസ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? ചോദിക്കേ. സ്വന്തം ജീവിതം കൂടി പണയപ്പെടുത്തിയിട്ടുള്ള ഒരു കളിയിലാണ് മാനസ ഇപ്പോ. ആരുമല്ലാത്ത എനിക്ക് വേണ്ടി എന്തിനാ മാനസ ഇത്ര വലിയ റിസ്ക് എടുക്കുന്നത്? ഒന്നാലോചിച്ചാ ഞാൻ മാനസയുടെ ആരാ? ആരുമല്ല. ആ എനിക്ക് വേണ്ടി വിടർന്ന് കൊഴിയുന്ന ഒരു പൂവിന്റെ ഗ്യാരണ്ടി അല്ലേ ഉള്ളൂ സിദ്ധാർത്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിന്. മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ ആ പൂവിന് സൗരഭ്യം ഉണ്ടാവും. കഷ്ടപ്പാട് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാവുമ്പോ ആ സുഗന്ധത്തിന്റെ കട്ടി ഇരട്ടിയാവും. അപ്പമോള, ഇനിയിപ്പോ എന്ത് ചെയ്യും? തൽക്കാലത്തേക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവളുടെ ശ്രദ്ധ മാറ്റിക്കൊള്ളാം. ആ സമയത്തിനുള്ളിൽ പുറത്ത് കിടന്ന് മൈനയുടെ റൂമിൽ കയറിക്കൊള്ളും. എത്ര നേരമായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്? ഒത്തിരി നേരമായോ? മണിച്ചിട്ടൊന്നും മയങ്ങിപ്പോയടാ. 1-2 3-4 മണിക്കൂറായി കാണും. ആണോ? എന്താ ശിക്ഷ? അതിനുള്ള ശിക്ഷയായിട്ട് പുതിയ കഥ പറഞ്ഞ് ഉറക്കണം. അതിനു മുമ്പ് നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചാലോ? ആ, ഗുഡ് ഐഡിയ. മൈനെ 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 മൈന, നീയല്ലേ പിടിവിടാൻ പറഞ്ഞത്? ഇങ്ങനെയാണോ ഒരു പെണ്ണിന്റെ മുറിയിലേക്ക് കയറി വരുന്നേ? ഇങ്ങനെയാണോ ഒരു പെണ്ണ് മുറി തുറക്കുന്നത്? ഇയാളുടെ മുഖത്ത് എന്തിനാ കണ്ണെന്ന് പറഞ്ഞിരിക്കുന്ന സാധനം ഫിറ്റ് ചെയ്തിരിക്കുന്നേ? നിന്റെ മുഖത്തുണ്ടല്ലോ ഈ പറഞ്ഞ സാധനം, ഒത്തളങ്ങ പോലെ. ഇയാൾക്ക് എന്താ ഇവിടെ കാര്യം? ആ റൂമിലേക്ക് അപ്പൂസ് കയറി വന്നു. ചെല്ല്. നീ എന്താ ഈ പറയുന്നത്? അപ്പൂസിന് നിന്നോട് സ്നേഹമില്ലെന്നോ? ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ. അതിന് സ്നേഹം അളന്നു തൂക്കി ചില്ലറ വിൽപ്പന നടത്താൻ മാത്രമുള്ള പ്രായമായോ നമ്മുടെ മോൾക്ക്? കളിപ്പിക്കാനും അണിയിച്ചൊരുക്കാനും ഒക്കെ മൈന, കഥ പറഞ്ഞുറക്കാൻ മാനസ. എന്നെ അവൾക്കൊന്നിനും വേണ്ട. ഒന്നുമില്ലെങ്കിലും നീ ഒരു ഡോക്ടറല്ലേ? ഇത്രയും നാരോ മൈൻഡായി ചിന്തിക്കരുത്. സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോ ഇത്രയ്ക്ക് ഹൃദയവിശാലത ഏത് ഡോക്ടർക്കും ഉണ്ടാവും. സ്നേഹം കിട്ടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് കൊടുക്കുക കൂടി വേണം. എനിക്ക് അപ്പമോളോട് സ്നേഹമില്ലെന്നാണോ ഹരി പറയുന്നത്? ഉണ്ടാവാമെന്നല്ല, ഉണ്ട്. അതെനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ അത് മറ്റൊരാൾക്ക് മാത്രം തോന്നിയതുകൊണ്ട് കാര്യമില്ല. അവൾക്ക് തന്നെ അത് ഫീൽ ചെയ്യണം. രാവിലെ കറക്റ്റ് സമയത്ത് അണിയിച്ചൊരുക്കി ബാഗും തോളത്ത് വെച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നതും വൈകിട്ട് തിരിച്ചെത്തി കഴിഞ്ഞാൽ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് ഉറപ്പുവരുത്തി കിടത്തി ഉറക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ഒരു അമ്മയുടെ പണി. അതിനൊരു അധ്യാപികയായാലും മതി. കൂടെ കളിക്കാനും കുസൃതി പങ്കുവയ്ക്കാനും കഥ പറഞ്ഞുറക്കാനുമൊക്കെ അധ്യാപികയ്ക്കല്ല, അമ്മയ്ക്കാ കഴിയുക. അധ്യാപികയുടെ ചൂരൽവടി മാറ്റിവെച്ച് ഒന്ന് സ്നേഹിച്ചു നോക്ക്. കൊടുക്കുന്നതിന്റെ 10 ഇരട്ടി തിരിച്ചു കിട്ടും.
പണ്ടൊരു രാജകുമാരൻ. പണ്ടൊന്നും വേണ്ട. ശരി, ഒരു രാജകുമാരൻ. രാജകുമാരന് കിരീടമുണ്ടോ? കിരീടമൊക്കെ കിട്ടുന്നതിന് മുൻപ് ഈ രാജകുമാരൻ സ്വന്തം രാജ്യം വിട്ട് ഓടിപ്പോരേണ്ടി വന്നു. അതെന്താ? ചുറ്റും ശത്രുക്കൾ വളഞ്ഞു. അവിടുന്ന് രക്ഷപ്പെട്ടോടി. എന്നിട്ട് ചെന്ന് കയറിയത് ഒരു രാജകുമാരിയുടെ ഉറക്കറയിൽ. അവൾ അവന് അഭയം കൊടുത്തു. എന്നിട്ട് ഈ രാജകുമാരന് വേണ്ടി രാജകുമാരി യുദ്ധത്തിനിറങ്ങി. അതെന്താ? രാജകുമാരനെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താല് ശത്രുക്കൾ വളഞ്ഞ് തടങ്കലിലാക്കില്ലേ? ഓ, അങ്ങനെ യുദ്ധം തുടങ്ങി. യുദ്ധം കഴിയുമ്പോ രാജകുമാരനും രാജകുമാരിയും കല്യാണം കഴിക്കുമോ? അതെനിക്കറിയില്ല അപ്പൂസേ. ഈ ചിറ്റയ്ക്ക് ഒന്നും അറിയില്ല. അങ്ങനെയല്ല എല്ലാ കഥയിലും. അതെ, എന്താ? ഇയാൾക്ക് ഇവിടെ ബെഡിൽ കിടക്കാട്ടോ. അയ്യേ, ഞാൻ ആ ടൈപ്പല്ല. ഞാനതല്ല പറഞ്ഞത്. ഏതല്ല? ഞാൻ അവിടെ കിടന്നോളാന്ന്. അതൊന്നും നടക്കില്ല എന്ന് ഇയാളോടല്ലേ ഞാൻ പറഞ്ഞത്. ഒന്നും പറയാൻ പറ്റത്തില്ല. അംബിക, ഇത്രയേ ഉള്ളൂ അവള്. അവളായി അരവിന്ദാക്ഷനെ മുഖത്താക്കി ഇറക്കി വിട്ടത്. അറിയില്ല അവൾക്ക് ഈ അരവിന്ദാക്ഷനെ. ഇനിയിപ്പോ എന്ത് ചോദിച്ചാ? ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ ഒറ്റ വഴിയുള്ളൂ നമുക്ക് മുന്നിൽ. വളയുന്നില്ലെങ്കിൽ ഓട്ടിക്കണം, തീർത്ത് കളയണം മൂന്നിനെയും, ഇരു ചെവി അറിയാതെ. എന്താ അച്ഛനും മകനും കൂടി ഒരു ഗൂഢാലോചന? അന്നു ശകുനം മുടക്കി ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ. ശകുനം മുടക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞേക്കാം. അച്ഛനും മോനും കൂടി എന്നെല്ലാം ഇതുപോലെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ അന്നെല്ലാം ഓരോരോ കുഴപ്പത്തിലേ ചെന്ന് ചാടിയിട്ടുള്ളൂ. ഈ കല്യാണം കൂടി അതുപോലെ കുഴപ്പത്തിലാക്കരുത്. ഓ ഉത്തരവേ, ഇനി അകത്തേക്ക് എഴുന്നള്ളിയാലും. എന്താടി, നിന്നെ തവള കടിച്ചോ? വൃത്തികെട്ടാൻ എന്നെ കൊണ്ടൊന്നും പറയില്ലേ. ഉണ്ടകണ്ടും പിടിച്ച് കിടക്കുന്ന കണ്ടില്ലേ? നാണോ ഇല്ലല്ലോ പെണ്ണുങ്ങൾ വസ്ത്രം മാറുന്നിടത്ത് ഒളിഞ്ഞു നോക്കാൻ. ഹോ, പുലരിയിലേ കുളിച്ച് ഈറനോടെ ഇറങ്ങി വരുന്ന അങ്കവടി ഒത്ത സുന്ദരി. കേശഭാരത്തെ അലങ്കരിക്കാൻ ഒരു തുളസിക്കതിരിന്റെ മാത്രം കുറവ്. ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നത് കരുതണ്ട. അതെ, ഞാൻ ശ്രീരാമചന്ദ്രനൊന്നും അല്ല. കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണ് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വാസന സോപ്പിന്റെ ഗന്ധവുമായി മുന്നിൽ വന്ന് നിന്നാ ഏതൊരാളൊന്ന് നോക്കിപ്പോവും. പക്ഷേ നീ അണ്ടർലൈൻ ചെയ്ത് കേൾക്കേണ്ട ഭാഗം കാണാൻ കൊള്ളാവുന്ന പെണ്ണ് എന്നതാ. ഇത് ചുമ്മാ കെട്ടിടം പണിയുമ്പോ കണ്ണു കിട്ടാതിരിക്കാൻ കുത്തി നിർത്തിയിരിക്കുന്ന കോലം പോലെ. എന്നിട്ട് അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? തെമ്മാടിത്തരം കാണിച്ചിട്ട് പറയുന്ന കേട്ടില്ലേ? ആഹാ, അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ കൂളി കഴിഞ്ഞ് അടക്കോ ഒതുക്കോ ഉള്ള പെമ്പിള്ളേര് ചാടി തുള്ളിയാണോ ബാത്റൂമിൽ ഇറങ്ങി വരുന്നേ? ഒക്കെ തന്നെ ആ മാനസേ പറഞ്ഞാ മതി. ഒരു അലവലതി പിടിച്ച് എന്റെ മുറി കിടത്തിയിട്ട്. അതെ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ.
നിന്നെയല്ല, നിന്റെ ദേഷ്യം. പോടാ. നിന്റെ കയ്യിലിരിപ്പ് ഇതാണെന്ന് ഇപ്പൊ തന്നെ ഞാൻ മാനസിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുറക്ക്, ഞാനാ മാനസ. എന്താടി ഇവിടെ ഒരു ബഹളം? നീ നാട്ടുകാരെ മുഴുവൻ അറിയിക്കാണോ ഇവിടെ 2 പെണ്ണുങ്ങളെ കൂടി ആണൊരുത്തന്നെ മുറിയിൽ പിടിച്ച് കിടത്തിയിരിക്കുകയാണെന്ന്? എപ്പോ നോക്കിയാലും രണ്ടും കീരിയും പാമ്പും പോലെയാ. സിദ്ധാർത്ഥമ്മ, അപ്പൂസിനെ ഞാൻ താഴേക്ക് പറഞ്ഞു വിട്ടു. ഇങ്ങോട്ട് തിരിയാനല്ലേ പറഞ്ഞേ? ഇങ്ങനെയാണോ കുട്ടികളെ ഒരുക്കുന്നത്? പിന്നെ എങ്ങനെ വേണം? കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യത്തിലും അവരോട് നമുക്കുള്ള സ്നേഹം ഫീൽ ചെയ്യണം. അല്ലെങ്കിൽ അക്കാര്യത്തിനോട് കുഞ്ഞുങ്ങൾക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. പക്ഷിശാസ്ത്രക്കാരൻ തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കുന്ന പോലിരിക്കും. അങ്ങനെ ഫീൽ ചെയ്യിക്കാൻ വേണ്ടിട്ടേ കൊച്ചിനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇവിടെ TV കണ്ടിരിക്കല്ല. നിക്ക്. അയ്യോ, അപ്പൂസനെ ഞാൻ ഒരുക്കാൻ ഗൗരി ചേച്ചി. അയ്യോ, ഇനി വേണ്ട, ഞാൻ തന്നെ ഒരുക്കി. ഇങ്ങോട്ട് തിരിഞ്ഞു നിക്കേ. നീ എങ്ങോട്ട് നോക്കിയാ നിക്കുന്നേ? നിക്ക. ആരെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്നും ചെയ്യണം. എന്നെ മൈനച്ചിട്ട് ഒരുക്കാൻ മതി. ഗൗരി, പലപ്പോഴും നീ ഒരു കാര്യം മറക്കുന്നു. അവൾ ഇവിടുത്തെ സെർവന്റ് അല്ല. പിന്നെ ആരാണാവോ? ചായ. മോളെ, മൈനയുടെ കാര്യത്തിൽ നമ്മുടെ പ്രതീക്ഷ തെറ്റിയോ എന്നൊരു ശങ്കയുണ്ട്. മുത്തച്ഛനെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? നീ വെതറിയിട്ട തീപ്പൊരി ആ കുടുംബം തന്നെ ഭസ്മമാക്കേണ്ട സമയം അതിക്രമിച്ചു. മുത്തച്ഛൻ എങ്ങനെ ശങ്കയുടെ കാര്യമൊന്നും വേണ്ട. അവനൊരു എടുത്തുചാട്ടക്കാരനാണെങ്കിലും ഇപ്പൊ അടിച്ചിരിക്കുന്ന മർമ്മം കൃത്യമാ. ആ തീപ്പൊരി അങ്ങനെ അണയത്തൊന്നുമില്ല. പെട്ടെന്ന് പടരുന്ന തീയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കത്തിത്തീരും. വൈകി കത്തി തുടങ്ങുന്നത് ഉമിത്തീയ. നീറി നീറി എങ്ങനെ കിടക്കുന്നത്. തനിയെ കത്തിയില്ലെങ്കിൽ ഊതി ഊതി കത്തിക്കണം. എനിക്കൊരു സമാധാനമില്ല ചാ. നേരെ ചൊവ്വെന്ന് ഉറങ്ങിയിട്ട് പോലും ദിവസങ്ങളായി. അത് സാരമില്ലടാ. കല്യാണ തീയതി അടുത്തു കഴിഞ്ഞാൽ ചില ചെക്കന്മാർക്കൊക്കെ അങ്ങനെയാ. അച്ഛൻ ചുമ്മാ തമാശ പറഞ്ഞ് കളിക്കില്ലേ? കണ്ണടച്ചു കഴിഞ്ഞാൽ നേരെ മുമ്പിൽ കാണുന്നത് ആ നാശം പിടിച്ച പെണ്ണിനെയും കൊച്ചിനെയാ. നീയൊന്ന് സമാധാനപ്പെടാ. ഈ അച്ഛനില്ലയോ ഇവിടെ? എന്തായി അച്ഛൻ എന്നാ പറഞ്ഞ കാര്യം? നല്ലൊരാളുണ്ടടാ മോനെ. ചോരയിൽ വെടിമരുന്നിന്റെ മണമുള്ളൊരിനം. പണ്ട് കുറെ ജോലികളൊക്കെ അച്ഛന് വേണ്ടി കറക്റ്റായിട്ട് ചെയ്തു തന്നിട്ടുള്ള ഒരാളാ സ്റ്റീഫൻ. ആരും അറിയില്ലല്ലോ അല്ലേ? ഇനി അഥവാ പിടിവീണ പോലും സ്റ്റീഫന്റെ വായിൽ നിന്ന് പണിയേൽപ്പിച്ചവരുടെ പേരൊന്ന് തുപ്പിയെടുക്കാൻ CBIക്ക് പോലും കഴിയല. അതാ സ്റ്റീഫന്റെ ഒരു മിനിമം ഗ്യാരണ്ടി. കടപ്പുറത്തെ പൂഴിമണലിലുള്ള എഴുത്തുപോലെ മാഞ്ഞു പോവുമടാ ഈ ഭൂമി നാം 3 ജീവനുകൾ. പറയുന്നത് അരവിന്ദാക്ഷനായതുകൊണ്ട് നമുക്കധികം സംശയത്തിന് സ്ഥാനമൊന്നുമില്ല. ജയിക്കാൻ വേണ്ടി അയാൾ ഏത് വഴിയും സ്വീകരിക്കും. എത്ര വൃത്തികെട്ട കളിയും കളിക്കും. പക്ഷെ മാനസ, നമുക്ക് തോറ്റോടാൻ പറ്റുമോ? അങ്ങനെ തോറ്റോടാനാണെങ്കിൽ എന്തിനാ ഇത്രയും നാൾ പിടിച്ചു നിന്നത്? ഈ അവസാന നിമിഷം നമ്മൾ പരാജയം സമ്മതിച്ചാൽ അതോടെ എല്ലാം തീർന്നില്ലേ? തീർന്നെന്ന് ആര് പറഞ്ഞു? ആക്രമണമല്ല, പ്രതിരോധമാണ് ഏത് ഗെയിമിന്റെയും ഏറ്റവും മികച്ച തന്ത്രം. തൽക്കാലത്തേക്കുള്ള ഒരു പിൻവാങ്ങൽ കീഴടങ്ങലല്ല. 10 മടങ്ങ് കരുത്തോടെ മടങ്ങി വരാനാണ്.
മനസ്സ് പറയുന്നതൊക്കെ സത്യമായിരിക്കും. പക്ഷേ സൂക്ഷിക്കണം അമ്മേ. മുന്നിൽ നിന്ന് പൊരുതുന്ന ശത്രുവല്ല ഇത്, പിന്നിൽ നിന്ന് കുത്തുന്നവനാണ്. എവിടേക്ക് പോകും മനസ്സെ ഞങ്ങള്? അതൊക്കെ എനിക്ക് വിട്. ഇരുളിൽ നിന്ന് ഒരു ചതിവാളും തേടി വരാത്തൊരിടം കരുതി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക്. എന്റെ പൊന്നാരേട്ടന് എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ കോഫി. ഹരിശങ്കർ സ്പെഷ്യൽ. ഏട്ടൻ ഈയിടെയായി ആരോഗ്യത്തിലൊന്നും തീരെ ശ്രദ്ധയില്ല. കള്ളന്മാരെയൊക്കെ ഓടിച്ചിട്ട് ഇടിക്കാനുള്ളതല്ലേ. ഇനി മുതൽ ഏട്ടന്റെ ഭക്ഷണക്കാര്യത്തിലെ സൂപ്പർവിഷൻ ഞാൻ തന്നെ ഏറ്റെടുക്കാൻ പോവാ. പറയേ, എന്തൊക്കെ ഏട്ടന്റെ ഫേവറേറ്റ് ഡിഷസ്? ആദ്യം നിനക്കെന്താ വേണ്ടെന്ന് പറയൂ. എനിക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. എന്നാലേ നീ പോയിക്കോ. ഫേവറേറ്റ് ഡിഷസിന്റെ ലിസ്റ്റ് ഞാൻ ഗൗരിയുടെ കൊടുത്തു വിട്ടേക്കാം. പോയില്ലേ നീ ഇതുവരെ? എന്തോ ഒരു കാര്യം മറന്നതുപോലെ. ഇപ്പൊ കിട്ടി. എനിക്ക് ഏട്ടന്റെ ഒരു പെർമിഷൻ വേണം. ഏട്ടനറിയാലോ എന്റെ ഫ്രണ്ട് മേർലിനെ. ഇരുന്ന് കുണുങ്ങാതെ കാര്യം പറയണേ. എല്ലാ വർഷവും അവള് സ്റ്റേറ്റ്സ് എന്ന് വരുമ്പോ ഞങ്ങള് പഴയ ഫ്രണ്ട്സ് ഒക്കെ കൂടി ബാംഗ്ലൂരിൽ ഒരു ഗെറ്റ് ടുഗദർ ഉള്ളതല്ലേ. ഇപ്പോ അവള് വന്നിട്ടുണ്ട്. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. അപ്പോ അതാണ് കാര്യം. ഏറ്റവും വലിയ ഗെറ്റ് ടുഗദർ അല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത്? നിന്റെ മാരേജ്. അതുപോലെ അയ്യോ, അത്ര ദിവസമൊന്നും അവളവിടെ ഇല്ല. 2 ദിവസത്തെ ലീവ് കഴിഞ്ഞാ അവള് മടങ്ങിപ്പോ. പറ എന്താലോചിക്കാനാ? കണ്ണുടച്ചങ്ങോട്ടൊരു എസ് തട്ട്. നടക്കില്ല മനസ്സേ. മാരേജ് ഫിക്സ് ചെയ്ത് പെൺകുട്ടികൾ അങ്ങനെ ചുറ്റി നടക്കാൻ പാടില്ല. മാരേജ് ഫിക്സ് ചെയ്തെന്ന് വെച്ചാ എന്താ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്രേ ഉള്ളൂ. പ്ലീസ് യെസ് പറയേ ചേട്ടാ. പ്ലീസ് 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 പ്ലീസ്. യെസ്. അത്രയും വലിയ എസ് അല്ല, ഒരു കുഞ്ഞ് എസ്. അതെ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി പോയിട്ട് തിരിച്ചു വന്നോ. മാനസയുടെ നന്മയെ കരുതിയാ ഞാനത് പറഞ്ഞത്. അപ്പോ ഹരി അവിടെ എന്നെ ചെറുതാക്കാനുള്ള അവസരം പാഴാക്കില്ലല്ലേ? നീ എന്താ ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യം പറ മനസ്സേ, നീ എന്തൊക്കെയോ ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്നില്ലേ? ഇവിടെ ഇപ്പൊ ഇത്രയും വലിയ പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുമ്പോ കൂട്ടുകാരിയെ കാണാനെന്ന് പറഞ്ഞ് തിടുക്കപ്പെട്ട് ബാംഗ്ലൂർ പോകുന്നതിലും വേറെ എന്തോ ഉദ്ദേശമില്ലേ? ഇതിനേക്കാളും വലിയൊരു പ്രശ്നം പരിഹരിക്കാനാ ഞാൻ പോകുന്നത്. ഞാനിപ്പോ പോയില്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ അടക്കം 3 ജീവന അപകടത്തിലാവുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അരവിന്ദാക്ഷന്റേത് വെറുമൊരു ഭീഷണിയല്ലെന്ന്. പാഴായി പോകുന്ന ഒരു നിമിഷം പോലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ആ കുഞ്ഞിനെ അടക്കം അവരില്ലാതാക്കും. അതേ മൈന. പക്ഷേ സിദ്ധാർത്ഥൻ ഇപ്പൊ ഒന്നും അറിയരുത്. നമ്മൾ ഇത്രയും നാളും പിടിച്ചു നിന്നതൊക്കെ ഇല്ലാതാവും. പക്ഷെ മാനസേ, നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്നാ? പറ്റണം. എങ്ങനെ? കല്യാണത്തിന്റെ മുഹൂർത്തം വരെയും അവരെ 3 പേരെയും ഇരു ചെവി അറിയാതെ ഇവിടെ നിന്ന് മാറ്റി നിർത്തുക. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എങ്ങോട്ടാ മാറ്റാൻ പോകുന്നത്? ഫോർട്ട് കൊച്ചിയിലുള്ള എന്റെ ഒരു ഫ്രണ്ട് ഷേർലിയെ പറ്റി പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്നോട്? പാരന്റ്സ് UK-ലായതുകൊണ്ട് അവള് തനിച്ച അവിടെ. പേയിങ് ഗസ്റ്റ് ആയിട്ട് 2-3 ഫ്രണ്ട്സ് ഉണ്ട് കൂടെ.
അതുപോലൊരിടമാ ഇപ്പൊ അംബികയ്ക്കും അമ്മയ്ക്കും സേഫ്. ആരും സംശയിക്കില്ല. അപ്പോ നീ ഇപ്പൊ പോകുന്നത് ബാംഗ്ലൂരിലേക്കല്ല? അല്ല, കൊച്ചിയിലേക്ക്. അവിടെ വെച്ച് ഒന്നുകിൽ ഈ കുരു കഴിയും, അതല്ലെങ്കിൽ കൂടുതൽ മുറുകും.